Hi, this is Rohit, your chemistry teacher. Nice to meet you, everyone. Reaction between sodium thiosulfate and dilute HCl. Have you noticed that the path of the light beam can be clearly seen due to the test particles in cinema theater and smart classrooms where visuals are shown using projector? What is the reason behind this? നിങ്ങൾ കണ്ടിട്ടില്ലേ സിനിമ തിയേറ്ററിലും അതുപോലെ തന്നെ സ്മാർട്ട് ക്ലാസ് റൂമിലുമൊക്കെ സിനിമ തിയേറ്ററിലാണെങ്കിൽ ഈ പ്രൊജക്ടറിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ഒരു ഹോൾസിലൂടെ ലൈറ്റ് ബീം വരുന്ന സമയത്ത് ആ ലൈറ്റ് ബീമിൻ്റെ അകത്ത് ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ സ്മാർട്ട് ക്ലാസ് റൂമിലും പ്രൊജക്ടർ അടിക്കുന്ന സമയത്ത് ആ ഒരു പാത്ത് ഓഫ് ദ ലൈറ്റ് ബീമിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ഇതുപോലെ നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. Let us do an experiment. Prepare a solution by adding 2 grams of sodium thiosulfate hypo in a beaker containing 50 ml of water. Arrange the beaker in the path beam of light. Sulfur gets precipitated when sodium thiosulfate reacts with the dilute hydrochloric acid. നമുക്ക് സൾഫർ പ്രസിപ്പിറ്റേറ്റ് ചെയ്തതായിട്ട് കാണാം. എങ്ങനെ? സോഡിയം തയോസൾഫേറ്റ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് റിയാക്ഷന് മുന്നേ നമുക്ക് ക്ലിയർ സൊല്യൂഷനായിട്ടാണ് കാണുന്നത്. ആഫ്റ്റർ റിയാക്ഷൻ വി ക്യാൻ സീ as more sulfur particles form, they aggregate together and particle size thus gets bigger and forms colloid. അപ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് കൂടുകയും റിയാക്ഷൻ നടക്കുന്നതിനനുസരിച്ച് പാർട്ടിക്കിൾ സൈസ് കൂടുമ്പോൾ നമുക്കൊരു ബീം ഓഫ് ലൈറ്റ് അതിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ ആ പാർട്ടിക്കിളിൻ്റെ പാത്ത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു സൊല്യൂഷൻ എന്തായിട്ട് മാറി? കൊളോയിഡൽ സൊല്യൂഷനായിട്ട് മാറി. പിന്നെ സമയം കഴിയും തോറും ആ പാർട്ടിക്കിളിൻ്റെ സൈസ് കൂടിക്കൂടി വരികയും അത് അതിൻ്റെ അടിയിൽ അടിയുകയും ചെയ്യുന്ന ഒരവസ്ഥ വരുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷനെ നമുക്കെന്ത് വിളിക്കാം? സസ്പെൻഷൻ എന്ന് വിളിക്കാം. ഇവിടെ ഈ ഒരു റിയാക്ഷന് 3 സ്റ്റേജിലൂടെ കടന്നുപോയി. ഫസ്റ്റ് റിയാക്ഷൻ്റെ സ്റ്റാർട്ട് ഒരു പാർട്ടിക്കിളിനെയും കാണാൻ പറ്റുന്നില്ല, അപ്പോൾ നമ്മൾ ട്രൂ സൊല്യൂഷൻ എന്ന് വിളിച്ചു. രണ്ടാമത്തെ സ്റ്റേജിൽ പാർട്ടിക്കിൾ കുറച്ച് പ്രസിപ്പിറ്റേറ്റ് ചെയ്തു, അപ്പോൾ നമുക്ക് കൊളൈഡ് എന്ന് വിളിച്ചു. വീണ്ടും സൈസ് കൂടി അത് അടിഞ്ഞു, അപ്പോൾ നമ്മളതിനെ സസ്പെൻഷൻ എന്ന് വിളിച്ചു. സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇഷ്ടമില്ലാത്ത ആരാ ഉള്ളത്? നമ്മളെല്ലാവരും സോഫ്റ്റ് ഡ്രിങ്ക്സ് പല തരത്തിലുള്ള, പല ടേസ്റ്റിലുള്ള, പല കളറിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് മിക്കവാറും ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ ഇതൊരു കൊളോയിഡൽ മിക്സ്ചറാണ്. മിക്ക സോഫ്റ്റ് ഡ്രിങ്കും കൊളോയിഡൽ മിക്സ്ചറാണ്. Such juices and liquids are available in the market. They do not settle down even after prolonged storage. ഒരുപാട് വർഷങ്ങൾ, 1-2 വർഷങ്ങൾ നമ്മൾ സ്റ്റോറേജ് ചെയ്ത് കഴിഞ്ഞാലും അത് അതുപോലെ തന്നെ ഇരിക്കുന്നു. അതിലെ പാർട്ടിക്കിൾ സെറ്റിൽഡ് ആവുന്നില്ല. How are they retained as such for long period of the time without settling down? Do you know that some substances are added these purposes? Such substances are called stabilizers. അപ്പോൾ ഈ ഒരു ജ്യൂസ് ഇങ്ങനെ സെറ്റിൽ ഡൗൺ ആവാതിരിക്കാൻ വേണ്ടി കുറച്ച് കെമിക്കൽ സബ്സ്റ്റൻസസ് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ പാർട്ടിക്കിൾസ് സെറ്റിൽഡ് ആവാതിരിക്കാൻ ആഡ് ചെയ്യുന്നതിനെ ആ ഒരു പാർട്ടിക്കിളിനെ വിളിക്കുന്നതാണ് സ്റ്റെബിലൈസേഴ്സ് എന്ന്. Actually, stabilizers, some chemical substances used as a stabilizer in soft drinks to prevent the particle from getting settled are. സോഫ്റ്റ് ഡ്രിങ്ക്സിലെ പാർട്ടിക്കിളിനെ സെറ്റിൽഡ് ചെയ്യാതെ ഇരിക്കുന്ന സബ്സ്റ്റൻസിനെ
ആ ഒരു ഫങ്ഷൻ നിർവഹിക്കുന്ന സബ്സ്റ്റൻസ് ആണ് യഥാർത്ഥത്തിൽ സ്റ്റെബിലൈസേഴ്സ്. അപ്പോൾ സ്റ്റെബിലൈസേഴ്സിന് എക്സാമ്പിളാണ് ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ, സെക്കൻഡ് വൺ സുക്രോസ് അസിറ്റേറ്റ് ഐസോബ്യൂട്ടറേറ്റ്, തേർഡ് വൺ ഗ്ലിസറിൽ എസ്റ്റർ ഓഫ് റോസിൻ. ഇത് മൂന്നുമാണ് സ്റ്റെബിലൈസേഴ്സിന് എക്സാമ്പിളായിട്ട് വരുന്നത്. ഒന്നും കൂടി: ബ്രോമിനേറ്റഡ് വെജിറ്റബിൾ ഓയിൽ, സുക്രോസ് അസിറ്റേറ്റ് ഐസോബ്യൂട്ടറേറ്റ്, ഗ്ലിസറിൽ എസ്റ്റർ ഓഫ് റോസിൻ. Familiarize yourself with some chemicals which are used in soft drinks to make them attractive. നമ്മൾ ഒരുപാട് കെമിക്കൽസ് ഉപയോഗിക്കുന്നുണ്ട് സോഫ്റ്റ് ഡ്രിങ്ക്സിൽ. അത് അട്രാക്റ്റീവ് ചെയ്യാൻ വേണ്ടി, അതിന് ടേസ്റ്റിന് വേണ്ടിയിട്ട്, കളറിന് വേണ്ടിയിട്ട് ഒരുപാട് കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് മിക്കതും ശരീരത്തിന് ദോഷകരമായി ബാധിക്കുന്നതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ നമുക്ക് ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ മുതലായ രോഗങ്ങളൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ കൂടി വരികയാണ്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിലും കൂടി വരുന്നുണ്ട്. കാരണം യങ്സ്റ്റേഴ്സൊക്കെ കൂടുതലായിട്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉപയോഗിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ കാണുന്നുണ്ട്. നമുക്ക് ഏതൊക്കെ കെമിക്കൽസാണ്, അത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. ഫസ്റ്റ് വൺ, ടാർട്ട് റെസിൻ. അത് ഫുഡ് മെറ്റീരിയലാണ്, കളറിങ് ഏജൻറ്റാണ്. യെല്ലോ കളറിലാണ് ടാർട്ട് റെസിൻ കാണപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, എറിത്രോസിൻ. ഫുഡ് മെറ്റീരിയലാണ്, കളറിങ് ഏജൻറ്റ് റെഡ് കളർ ഏജൻറ്റ്. അതുപോലെ വാനിലിൻ, ഫുഡ് മെറ്റീരിയൽ, ടേസ്റ്റ് എൻഹാൻസർ, വാനില എസെൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ടല്ലോ. ദെൻ ഫോസ്ഫോറിക് ആസിഡ് സോഫ്റ്റ് ഡ്രിങ്ക്സിൽ ടു ഗിവ് സുവർ ടേസ്റ്റ്. സോഫ്റ്റ് ഡ്രിങ്ക്സിലൊക്കെ പുളിരുചി കിട്ടാൻ ഉപയോഗിക്കുന്ന ഒരു സംഗതിയാണ് ഫോസ്ഫോറിക് ആസിഡ്. നെക്സ്റ്റ് വൺ, അലൈൽ എക്സാനോമേറ്റ്. ഫുഡ് മെറ്റീരിയലാണ് ഫോർ ഫ്രാഗ്രൻസ്. പൈനാപ്പിളിൻ്റെ ഒക്കെ ഫ്രാഗ്രൻസ്, സ്മെല്ല് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫുഡ് മെറ്റീരിയലാണ് ഈ സംഗതി. ഇതുപോലെ ശരീരത്തിന് ദോഷകരമായി ബാധിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ നമ്മുടെ ഫുഡ് മെനുവിൽ നിന്ന് ഒഴിവാക്കുകയും നമ്മളെ പരമ്പരാഗതമായ ഇളനീർ ജ്യൂസ്, ലൈം ഇതുപോലുള്ളതൊക്കെ ഉപയോഗിക്കുകയും നമ്മളെ ഹെൽത്തിനെ സംരക്ഷിക്കുകയും ചെയ്യുക. I hope everyone got the idea about this topic. I think you can have a lot of time for to study. You just utilize it as. Okay, we will meet with new topics. Now I want to say bye-bye.